ഹലോ. ഹലോ. ലിയാക്കത്തല്ലേ? അതെ. എൻ്റെ പേര് നൗഫൽ എന്നാണ്. ആ. ഇടുക്കി എന്നാണ് വിളിക്കുന്നത്. ആ. ഞാനൊന്ന് ഇൻട്രഡക്ഷൻ ട്രൈ ചെയ്തായിരുന്നു, ആ. കിട്ടിയില്ല. ഉം. ഞാൻ ഏകദേശം നിങ്ങളുടെ സമാന ചിന്താഗതിയുള്ള ആളാണ്. ഉം. വിശ്വാസിയൊന്നുമല്ല. പക്ഷേ ഉം. പറഞ്ഞതിൽ എനിക്ക് കുറച്ച് എന്താ വെച്ചാൽ ഒരു കൗണ്ടർ ആശയമുള്ള പോലെ കുറച്ച് കാര്യങ്ങൾ തോന്നുന്നുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. ആ. ഒരു ചോദിക്കട്ടെ? അതായത് എന്നാ, നമ്മുടെ ഈ മുഹമ്മദ് നബി ആണെങ്കിൽ ഈ 7 അടിമകളെ കൊടുത്തു വാങ്ങിയ ഉം. ഒരാളുടെ, അയ്യോ ആളുടെ പേരെന്താന്ന് പറഞ്ഞു പോയി. സഫിയ. സഫിയ. ഓക്കെ. ഈ സഫിയയുടെ കേസാണെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു, അത് വെരിഫൈ ചെയ്തിരുന്നു. മീൻസ് ആ ഉം. ഹദീസുകൾ ഉണ്ടെന്നുള്ളതെല്ലാം നോക്കി ഉം. സംഭവം ഉണ്ടെന്ന് കണ്ട് ബോധ്യപ്പെട്ടാണ്. ഉം. പക്ഷേ എനിക്ക് അതിനകത്തൊരു ആശയം തോന്നിയെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഇപ്പം ഈ സഫിയ എന്ന് പറയുന്നത് ആ ട്രൈബിലെ ഒരു ഉയർന്ന ക്യൂനാണല്ലോ, ഒരു ഉയർന്ന ഉം. പൊസിഷനുള്ള ആളാണല്ലോ. ഉം. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി തിരിച്ചു വാങ്ങിയതായിക്കൂടെ? അത്രയും ഉയർന്ന പൊസിഷനിലുള്ള ഒരാള് അടിമയായിട്ട് പിടിക്കോ? അല്ല, അതൊക്കെ ഇപ്പം അടിമ സമ്പ്രദായത്തിനോട് നമുക്ക് താല്പര്യമില്ല, നമ്മളത് എടുക്കുന്നില്ല. മീൻസ് ഇപ്പൊ ആ ഒരു സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ഒരു ഈ സമൂഹമാണെന്ന് വെച്ചോ. ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള വിവേചനം ഇസ്ലാമിൽ ഇല്ലല്ലോ. ഇല്ല, അത് ശരിയാണ്. ഉം. ആ, അല്ല, എം എം അക്ബറിന്റെ ഒരു നമ്മളെല്ലാവരും വാദം ഞാൻ കണ്ടിരുന്നു മനുഷ്യരല്ലേ. അങ്ങനെ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരാളോട് ഉം. എടുത്തോളം പറഞ്ഞ അടിമയാണത്. ഒരാളോട് ഒരു അതെ, അതെ. സ്ത്രീ വേണമെന്ന് പറഞ്ഞു, അയാൾ ഒരു സ്ത്രീയെ ഇപ്പൊ അയാൾ കൈക്കലാക്കി. എടുത്തു. അതെ, അത് ഞാൻ വായിച്ചിരുന്നു. അപ്പൊ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആൾ വന്നിട്ട് നബിയോട് പറയുന്നുണ്ട്, അത് ഇത് ഉന്നത കുലജാതിയാണെന്ന് ആ, പറയുമ്പോ പറയണ്ടേ, പറയുമ്പോ അങ്ങനെ കുലജാതി ഒന്നും നമുക്ക് ഇസ്ലാമിൽ ഇല്ല, ഉം, ഉം, നമ്മളെല്ലാരും ഉം, ആദമിന്റെ മക്കളാണ് തീർച്ചയായിട്ടും എന്ന് അതും ഒരു പറയല്ലേ പോയിന്റാണ്. ചെയ്യണ്ടേ. ഞാനാണെങ്കിൽ മറ്റേ ഈ എം എം അക്ബറിന്റെ ഒരു കൗണ്ടർ കണ്ടിരുന്നു അതിനകത്ത്. ആ. പുള്ളിയുടെ ഒരു വാദം ഇതാണ്. അത് അതായത് ഇപ്പം ഇസ്ലാമിന്റെ വാദത്തെ അവര് തന്നെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഒരറ്റത്ത് നമ്മളിപ്പം ശരിയാക്കി വരുമ്പോ ഒരറ്റത്ത് പൊളിഞ്ഞോണ്ടിരിക്കുകയാണ്. പൊളിഞ്ഞോണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇപ്പം നമ്മളൊരു ഒരാളുടെ സൈഡ് കേൾക്കുമ്പോഴത്തേക്കും അതിന് ബാക്കി എന്താ പറയുക, ഇവരെന്താണ് കൗണ്ടർ കൊടുക്കുന്നത് നമ്മൾ കേൾക്കണമല്ലോ. അപ്പം അങ്ങനെ ഇപ്പൊ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആ, ആയിക്കോട്ടെ. പിന്നെ അതുപോലെ നമ്മുടെ ഈ എന്നാ, മുഹമ്മദ് നബി ആണെങ്കിൽ അബ്ദുള്ള ജനിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് ജനിച്ചതെന്നുള്ള ഒരു ആ. ഒരു ഇതുണ്ടല്ലോ. ഉം. ആ, ഒന്നും നമ്മളുടെ ഒരു അത് ആക്ഷേപമൊന്നുമല്ല. ആ, നമുക്ക് അത് അത്ര എന്താ പറയാ, നമുക്ക് താല്പര്യമുള്ള ഏരിയ അല്ല അത്. ആ, പക്ഷെ ഇവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമനെ തന്തക്ക് വിളിക്കുന്നതിന് തള്ള പഴച്ചതാണെന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് ഇവർക്ക്. അതെ, ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ തന്തക്കെന്ന് തീർച്ചയായിട്ടും. അതെ, അതെ. വിളിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഞാനും കുറെ കേട്ടിട്ടുണ്ട്. അത് പറയുന്നവൻ അവരുടെ പ്രവാചകൻ എങ്ങനെ ജനിച്ചു എന്നുള്ളത് അത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് നിർബന്ധമാണ്. കാരണം ഇത് ഹംസയും പിന്നെ ഹംസായിന്റെ ഉമ്മാനെ അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിക്കുന്നതും ആ. അബ്ദുള്ളയുടെ ഉമ്മാനെ മുഹമ്മദ് കല്യാണം കഴിക്കുന്ന ഒറ്റ ദിവസമാണ്. എങ്ങനെ മൂന്നും ഒന്നുകൂടെ പറഞ്ഞാൽ കേട്ടില്ല, ക്ലിയർ ആയില്ല. ഹംസ എന്ന് പറയുന്ന ഒരു ഹംസത്തുൽ ഖറാർ ഉണ്ടല്ലോ, ഹംസത്തുൽ കർറാർ. ഹംസ ആ, ഇബിൻ അബ്ദുൽ മുത്തലിബ്. മുഹമ്മദ് ആ, ആ, നബിന്റെ വലം കൈ ആയിരുന്നു അലിയും ഹംസയും. ആ, ആ, ഓക്കെ. ആ. അതില് പിന്നെ ഹംസ എന്ന് പറയുന്നത് ഈ പറയുന്ന അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, അബ്ദുള്ളയുടെ സഹോദരനാണ്. അബ്ദുൽ മുത്തലിബ് എന്ന് അബ്ദുൽ പറയുന്നത് മറ്റേ. മുത്തലിബിന്റെ മകനാണ്, ആ, അതായത് വല്ലിപ്പ, മുഹമ്മദിന്റെ വല്ലിപ്പ. ആ, ആ, അപ്പൊ ഈ മുഹമ്മദിന്റെ സോറി ഹംസ അല്ല, പിന്നെ സോറി ഹംസ എന്ന് പറയുന്നത് എളാപ്പയാണ് ആ, മുഹമ്മദിന്റെ. മുഹമ്മദിന്റെ. അബ്ദുള്ള ആ, വാപ്പയും. ആ, ഈ അബ്ദുള്ളാനെയും കൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് അതേ ദിവസം കല്യാണം കഴിച്ച ഭാര്യയിൽ ഈ വല്ലിപ്പാക്ക് ഉണ്ടായ മകനാണ് ഹംസ. ആ, ഒന്നുകൂടെ പറഞ്ഞേ. അതായത് മുഹമ്മദിന്റെ വാപ്പയും വല്യപ്പയും കൂടിയും വാപ്പയും വല്ലിപ്പയും ഒരേ തവണ ഒരേ കല്യാണം ദിവസം കല്യാണം കഴിച്ചിട്ട് ഓ, ഓക്കെ. ആ, വാപ്പാക്കുണ്ടായ മോനാണ് മുഹമ്മദ്, വല്ലിപ്പാക്കുണ്ടായ മോനാണ് ഹംസ. ആ, ഇവര് ആ. തമ്മില് ഏജിൽ 3 വയസ്സിൽ കൂടുതൽ വ്യത്യാസമുണ്ട് ഇസ്ലാമിക ചരിത്രം അനുസരിച്ച്. ഓ, ഓക്കെ. ഹംസയും മുഹമ്മദും തമ്മിൽ ഏജിൽ 3 വയസ്സിന് വ്യത്യാസമുണ്ട്. അതെ. അബ്ദുള്ള എന്ന് ഉം, പറയുന്നവര് കല്യാണം കഴിഞ്ഞ് ഒറ്റ തവണയാണ് അവര് വീട്ടിൽ ഒരുമിച്ച് താമസിച്ചത്. ഒറ്റ തവണ മീൻസ് എത്ര ദിവസമാണെന്നറിയില്ല. ഉം, ഉം, ഉം. എന്തായാലും ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ ആള് മരിക്കുന്നുണ്ട്. 3-ാമത്തെ മാസത്തിനുള്ളിൽ, 3 ആ, മാസത്തിനകത്ത് അബ്ദുള്ള മരിക്കുന്നുണ്ട് ഈ അബ്ദുള്ള കല്യാണം കഴിഞ്ഞിട്ട്. മരിക്കുന്നുണ്ട്. ആ. ഓ, ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ആ, എങ്ങനെ ഇത് പോസിബിൾ ആയി? യെസ്, ഓക്കെ, ഓക്കെ, ഓക്കെ. ഈ അതൊന്ന്. ഹംസ എന്ന് അത് പറയുന്ന ക്യാരക്ടർ എനിക്ക് പുതിയ അറിവാണ്. അത് ഓക്കെ. കഴിഞ്ഞിട്ട് ഈ ആ, അലീമ സോറി പിന്നെ ഈ പറയപ്പെടുന്ന ആമിന പ്രസവിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്താണ് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോകുന്നത്. ആ, 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 ആ. ആ, ഇനി അവര് അബ്ദുൽ മുത്തലിബ് ബാക്കി എന്ന് പറയുന്നത് വിശ്വാസികളോട് പറയണ്ടേ. വല്ലിപ്പാടെ അടുത്ത്. വല്ലിപ്പാന്റെ അടുത്താണ് ആ, കുട്ടീനെ അതെ. കൊണ്ടുവന്ന് കൊടുത്ത് പോകുന്നത്.
ഓക്കെ 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 ഇനി ബാക്കി ബാക്കി കണക്ക് പറയേണ്ടത് അവരാണ്, വിശ്വാസികളാണ്. ഓക്കെ നമുക്കത് ഓക്കെ ഓക്കെ അത് നമ്മളുടെ വിഷയമല്ല. അപ്പൊ മുഹമ്മദ് നബിയുടെ ജനനമല്ല നമ്മൾ ഇസ്ലാമിന്റെ, മുഹമ്മദിന്റെ പിതാവ് ആരാന്നുള്ളതല്ലല്ലോ ഇസ്ലാമിന്റെ ആശയത്തിന്റെ അതെ തെളിവ്. അതെ അതെ അത് ശരിയാണ്. ഉം. അതല്ല നമ്മളിങ്ങനെ ഈ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് അപ്പം പഠിച്ച മീൻസ് ഞാനാണെങ്കിൽ ഇത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ വേണ്ടെന്ന് വെച്ച ആളാണ്. ഉം. എന്റെ പ്രശ്നം ദൈവം ഉണ്ടോ ഇല്ലോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ എന്റെ പ്രശ്നം. ഈ ഇസ്ലാം ഉണ്ടോ ഇല്ലോ എന്നുള്ളതിനെക്കാട്ടിലും അത് ഫ്രീ വില്ലിന്റെ പ്രശ്നമായിരുന്നു എനിക്ക് ആദ്യമേ തോന്നി തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് വേണ്ടെന്ന് വെച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ആൾക്കാർ ഇങ്ങനെ ഈ എന്താ പറയാ ബാക്കിയുള്ള മതത്തിനേക്കാൾ ഇസ്ലാം മതം ശ്രേഷ്ഠമാണെന്നുള്ള വാദം വന്നു കഴിയുമ്പോഴത്തേക്കും എന്നാ പിന്നെ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ലീഡ്സ് ഒക്കെ വെച്ച് മുമ്പോട്ട് പഠിച്ച് വന്നതാണ്. ഇനി ഇതിൽ അങ്ങനെയാണ് വേറൊരു അന്വേഷിച്ച് വന്നത്. തമാശയും കൂടി ഉണ്ട്. ഈ ജനനവുമായി ബന്ധപ്പെട്ട കഥയിൽ വേറൊരു തമാശ കൂടി ഉണ്ട്. മുഹമ്മദ് നബിയുടെ പല ഈ ഷെയ്ഖന്മാരുടെ കഥയും പറഞ്ഞിട്ട് അവരൊക്കെ 3 വർഷം 2 വർഷമൊക്കെ ഗർഭപാത്രത്തിൽ കിടന്ന കഥകൾ പിന്നീട് പഠിച്ചുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഓക്കെ അപൂർവമായിട്ടുള്ള ചില ആളുകൾ ഇസ്ലാമില് ഒരു ഗർഭത്തിന്റെ പരമാവധി കാലം 4 വർഷമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ അതായത് 4 വർഷം പോസിബിലിറ്റി. മുഹമ്മദ് ഗർഭപാത്രത്തിൽ കിടന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കളികളും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ മദ്രസ പഠിക്കുന്ന സമയത്ത് ക്രിസ്താബ്ദം 571 572 മുഹമ്മദ് നബി ജനിച്ചതായിട്ട് താരീഖിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത് മദ്രസ പഠിക്കുന്ന സമയത്ത്. എന്ന് പറഞ്ഞാൽ ഒരു 10-30 കൊല്ലം മുൻപ് പോലും അതിനിടയിൽ പോലും ഈ ജനന തീയതികളിൽ നേരിയ വ്യത്യാസം വരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് കിതാബുകളില്. ആനക്കലഹ വർഷം 570 571 ആക്കിയിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. ക്രിസ്താബ്ദം 571 എങ്കിൽ പോലും പിന്നെ അത് പ്രശ്നമാണ്. കാരണം ഇത് ഈ ഡേറ്റുകൾ തമ്മില് കുറെ കാര്യങ്ങളുണ്ട്. ഈ ഡേറ്റുകൾ തമ്മില് മാച്ച് ആവുന്നില്ല ഇവർക്ക്. മാത്രമല്ല ഹദീസുകളില് അബ്ബാസിന് ഹംസ എന്ന് പറയുന്നവർക്ക് മുഹമ്മദ് നബിയെക്കാളും 3 വയസ്സോ 4 വയസ്സോ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ച ഹദീസുകളുണ്ട്. ഞാൻ ഇപ്പം എന്താ ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഇപ്പം ആരിഫ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഇങ്ങനെ 4 വയസ്സിന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വെച്ച് മാത്രം ആ ഒരു ലീഡ് വെച്ച് മാത്രം നമ്മൾ കുറെ അന്വേഷിച്ചെങ്കിലും എനിക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല. ഇത് എങ്ങനെയാന്ന് വെച്ചാല് ഇത് ഞാൻ ഇതിൽ വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഒരു ഇതവിടെ ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളിതൊരു ആരോപണമായിട്ട് പറയേണ്ട കാര്യമല്ല. നമ്മൾ ആക്ഷേപിക്കുന്നത് ഒരാളുടെ പിതൃത്വത്തെ ആക്ഷേപിക്കലെന്ന് നമ്മള് ആധുനിക മനുഷ്യന്റെ രീതിയല്ല. ഒരാള് ചെയ്ത കാര്യങ്ങൾ, അയാളുടെ ആശയം, അയാളുടെ പ്രവൃത്തി, ഇത് നോക്കിയാൽ മതി. അയാൾ എങ്ങനെ ജനിച്ചു എന്നുള്ളത് തീർത്തും അപ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ? ചെയ്യുമായിരിക്കല്ലോ. അപ്പൊ അല്ല, ആ കൂട്ടത്തില് എനിക്ക് ഇതിന്റെ ഒരു ഇതും കൂടെ ഇടുക എന്ന് വെച്ചാൽ മറ്റേ ഇത് നമുക്ക് ഇത് സാധീകരിക്കുന്ന ഒരു ഹദീസും കൂടെ വെക്കാൻ പറ്റുമോ? അതാകുമ്പം ഒരു ലീഡ് കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. അല്ല, അത് ഒരു ഹദീസല്ല, അതൊരു 3-4 ഹദീസുകളും കാര്യങ്ങളൊക്കെ പിന്നെ ഉൾപ്പെടുത്തി ചെയ്യേണ്ടതാണ്. അത് ഞാനിപ്പോ പുറത്തുകൂടെ ഉദ്ദേശിക്കാത്തൊരു സാധനമാണ്. ഞാനതൊരു ചർച്ചയാക്കാൻ ആഗ്രഹിക്കാത്ത സാധനമാണ്. അതുകൊണ്ടാണ് നോക്കാത്. ആയിക്കോട്ടെ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. തിരക്കിലാണോ? ഞാനൊരു കോള് വരുന്നുണ്ട്, അത് ഞാൻ വിളിക്കാം. ശരി. ശരി. ഹലോ ലിയാക്കത്തല്ലേ? അതെ, മനസ്സിലായി. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയാ, അന്നേരം മുഹമ്മദ് നബിയുടെ ഇല്ലെജിറ്റിമേറ്റ് ബർത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ട് ഓർക്കണ്ടോ? എന്തിനെ പറ്റി? മുഹമ്മദ് നബിയുടെ ബർത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അതായത് അബ്ദുള്ള വാപ്പായാവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? എന്ന് ഞാൻ പറഞ്ഞു എന്നല്ലല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ നല്ലേ. എനിക്ക് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതെന്താ? അല്ല, അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരാള് ഉയർത്തുന്ന ആശയത്തോട് സംസാരിക്കാൻ അയാളുടെ തന്തക്ക് വിളിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. അതല്ല, ഞാനാണെങ്കിൽ അതിന്റെ ആ ഒരു ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചതാണ് അന്ന്. അപ്പൊ അന്നാണെങ്കിൽ എനിക്ക് ഹംസ എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുഹമ്മദ് നബിയുടെ വെല്ലിപ്പാടെ ആ സെയിം ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ അതിനെപ്പറ്റി കുറച്ച് അന്വേഷിച്ച സംഭവം ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ പറഞ്ഞ രണ്ടുപേരുടെയും കല്യാണം നടന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിലൊക്കെ റിസർച്ച് ചെയ്യാൻ എന്തിരിക്കുന്നു, അതിലെന്താ കാര്യം, അതിന്റെ കാര്യം എന്താന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനത് ഈ ആശയപരമായിട്ട് മറുപടി പറയാൻ പറ്റാതെ ഒറ്റത്തന്ത രണ്ട് തന്ത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് മീൻസ് തിരിച്ചു ചോദിക്കുന്ന, മീൻസ് ആ ഒരു ഫീലിൽ നടക്കുന്ന ആൾക്കാർ ഇതും കൂടി അറിഞ്ഞു വെക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം
എടുത്തതാണ്. പറയുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് റിസർച്ച് ചെയ്യാനും മാത്രമുള്ള സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ ഞാൻ അതിന്റെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓക്കെ. പറഞ്ഞത് പറയൂ. അല്ല ഞാനിപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അന്വേഷിച്ചു. ഉം, അപ്പം അന്വേഷിച്ചപ്പം സംഭവം ഇത് പറഞ്ഞത് ശരിവെക്കുന്ന കുറച്ച് ഹദീസുകളും കാര്യങ്ങളും ഒക്കെ കുറച്ച് ആർട്ടിക്കിൾസും ഒക്കെ വായിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഉം, പക്ഷെ അന്നേരം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ഈ മുസ്ലിങ്ങൾ വെക്കുന്ന വാദം എന്ന് പറയുന്ന അവരുടെ ഒരു പറയുന്ന ഒരു കേസ്, എന്താ പറയുക, ഇവർ രണ്ടുപേരും ഒരേ ദിവസം കല്യാണം കഴിച്ചതെന്നും മറ്റേ ഉം, ഈ ഹംസ അതിനു മുമ്പേ ഉണ്ടായതാണെന്നാണ് പറയുന്ന ഒരു കാര്യം. അപ്പം ഉം. അതിനകത്ത് പറയാനുള്ള റീസൺ അവർ അതിന് വെക്കുന്നത് ഈ ഡീറ്റെയിൽസ് വേണ്ടേ? അല്ല, ഈ അബ്ദുൽ മുത്തലിബിന്റെ മുത്തലിബ് എടുക്കുന്ന ഒരു ശബദം ഉണ്ടല്ലോ, മറ്റേ 10 കുട്ടികളുണ്ടാകുമ്പോഴത്തേക്കും ഒരാൾ ബലി കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട്. ആ മറ്റേ അപ്പൊ ആ ടൈമില് ഈ എന്താ പറയാ, അബ്ദുല്ലാനാണല്ലോ ബലി കൊടുക്കാൻ വേണ്ടിട്ട് സെലക്ട് ചെയ്യുന്നത്. ആ അപ്പൊ ആ ടൈമില് ഈ ഹംസ ജനിച്ചിട്ടുണ്ടായിരുന്നു, അന്നേരം 10 മക്കളാവുള്ളൂ എന്നുള്ളൊരു ക്ലെയിം ഉണ്ട്. അത് മനസ്സിലായില്ല. അതായത് ഈ ഹംസയും കൂടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം 10 മക്കളാവുള്ളൂ ഈ അബ്ദുൽ മുത്തലിബിന്, അന്നേരമാണ് ബലി കൊടുക്കാൻ പോകുന്ന കാര്യം പറയുന്നത്. അല്ല, അതായത് അന്നേരമാണ് അബ്ദുള്ളനെ ബലി കൊടുക്കുന്ന സമയത്ത് ഹംസയും കൂടിയും ഉണ്ട് എന്നാണോ? ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, കാരണം എങ്കിലല്ലേ 10 മക്കളാവുള്ളൂ. അപ്പൊ എന്നാ ഹാലേനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവേണ്ടി വരും. അല്ല, ഞാൻ ചോദിച്ചേ ഇപ്പം ഉം. അല്ല, ഹലേന അന്നേരം മുമ്പേ കല്യാണം കഴിച്ചിട്ടുണ്ടാണെങ്കിലും മതിയല്ലോ. അല്ല, ഞാൻ എങ്ങനെ? ചോദിച്ചതെന്നു വെച്ചാല് ആ അല്ല, ഇത് നിങ്ങൾ പ്രൂഫ് കണ്ടിട്ടുണ്ടോ? അല്ല, ഈ ബലി കൊടുക്കാൻ പോകുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, ബലി കൊടുക്കുമ്പം അബ്ദുല്ലാനെയാണല്ലോ ബലി കൊടുക്കാൻ സെലക്ട് ചെയ്യുന്നത്. സി അത് നമുക്ക് ഇതിലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ വേണം. ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ഡാറ്റ എങ്കിലും വേണ്ടേ? ഓക്കെ. വേണ്ടേ? അതെ അതെ. ആ അതെവിടുന്ന് മനസ്സിലായി. കിട്ടും? അതല്ല, ഞാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ ഈ ഇസ്ലാമിന്റെ ഡേറ്റ ഹദീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ അങ്ങനെ അധികം വായിച്ചിട്ടില്ല പറയുന്നത്. ഇപ്പം അതായത് ഈ ആർട്ടിക്കിൾസ് എഴുതിയവര് ഉം, ഈ ഹദീസുകൾ കോട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഉം. അപ്പോ ഞാൻ വായിച്ചതിൽ എനിക്ക് മനസ്സിലായ ഒരു അല്ല, കാര്യം ചോദിച്ചേ. ഇതിനൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പല ആംഗിളിൽ, അതായത് പല ഏരിയകളിൽ വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ. അതൊന്നും ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് നമ്മളിപ്പോ അബ്ദുൽ മുത്തലിബ് ആയാലും അബ്ദുള്ള ആയാലും ഒക്കെ അവരൊക്കെ ഇസ്ലാം സ്വീകരിക്കാത്ത ആൾക്കാരും ഇസ്ലാമിൽ ഇല്ലാത്ത ആൾക്കാരുമാണ്. അപ്പൊ തീർച്ചയായിട്ടും. അതെ. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടായി എന്നുള്ളത് ഉം. മുഹമ്മദിന്റെ ആശയത്തെ ബാധിക്കുന്ന കാര്യമല്ല. അല്ല, അതെ. എങ്കിലും ഇത് അവരുടെ തന്നെ ഒരു അപകർഷതയിൽ നിന്നാണ് അവർ ഈ കറക്ഷൻ മെഷേഴ്സ് എടുക്കുന്നത്. ഈ ഈ പെയിന്റ് അടിക്കൽ പരിപാടികൾ അതെ, എടുക്കുന്നല്ലേ? തബരിയുടെ ഹിസ്റ്ററിയിലും തബക്കാത്തുൽ കബീർ എന്ന് പറഞ്ഞിട്ട് കിതാബ് അൽ തബക്കാത്തുൽ കബീർ എന്ന് പറഞ്ഞ ഇബ്നു സഅദിന്റെ ഒക്കെ ഹിസ്റ്ററി പുസ്തകങ്ങളുണ്ട്. അതായത് ഓരോ ആ ഇൻസിഡന്റും വിത്ത് ആ പ്രൂഫ്, മീൻസ് പരമാവധി ഹദീസുകളും കാര്യങ്ങളൊക്കെ കോട്ട് ആ ചെയ്തിട്ട് ഇതിനകത്തൊക്കെ വളരെ അതെ. ക്ലിയർ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മുടെ അത് നാട്ടില് ഈ സംഭവം ഞാൻ കണ്ടിരുന്നു. ഈ തബരിയുടെ ആണോ എന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. ആ സംഭവം ഉം, ഞാൻ കോറയിലാണെങ്കിൽ ഒരു ആർട്ടിക്കിൾ വായിച്ച ടൈമിൽ എഴുതിയ ഉം, ആളാണെങ്കിൽ ഈ ഹലാലിനെ കല്യാണം കഴിച്ച കാര്യം ഉം, എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്താണെങ്കിൽ ഈ തബരിയുടെ ഇത്രാമത്തെ വോളിയത്തിൽ ഇത്രാമത്തെ പേജിൽ ഈ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ആ സെയിം സാധനം ഞാനാണെങ്കിൽ അന്വേഷിച്ച് മറ്റേ archive.com എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ സൈറ്റിൽ കയറിയപ്പോൾ ആ സാധനം കിട്ടി, അത് വായിച്ചിട്ടുണ്ട്. സംഭവം ഉം, തബരിയുടെ തബരി ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർക്കണില്ല, ഞാൻ ഉം, വായിച്ചാണ് ഉം, സംഭവം. എന്തായാലും ഒരു ഹിസ്റ്റോറിക്കൽ ഉം, ഡോക്യുമെന്റിൽ ഈ സാധനം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഉം, അബ്ദുല്ലായും ഉം. അബ്ദുൽ മുത്തലിബും ഒരേ ദിവസം കല്യാണം കഴിച്ചെന്നുള്ള അത് ഞാൻ ആ സമ്മതിച്ചിട്ടുണ്ട്. അത് ഓക്കെ. അത് ഒരിടത്തല്ല, ഒന്നിലധികം സ്ഥലത്ത് അതുണ്ട്. ഇനി ആ ആ അബ്ദുൽ മുത്തലിബിനെ സ്വതന്ത്രമായിട്ട് എഴുതുന്നിടത്തും ഈ പറഞ്ഞതുപോലെ അബ്ദുൽ മുത്തലിബ് ഹാല വിവാഹം വേറെ എവിടെയെങ്കിലും വിശദീകരിച്ച് എഴുതിയതായിട്ടും കാണുന്നില്ല. ഇല്ലല്ല. ഓക്കെ ഓക്കെ, ശരിയാണ്. ഒന്നാമത്തത് ഹാലയും പിന്നെ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് ഒന്നും ആ അബ്ദുള്ളയോളം പ്രാധാന്യമല്ല ഇസ്ലാമിന്റെ ഹിസ്റ്ററിയിൽ. ഇല്ലില്ല. അബ്ദുൽ മുത്തലിബ് അത് ഹിസ്റ്ററിയിൽ ആവശ്യമുണ്ട്, അത്രേ ഉം, ഉള്ളൂ. ഉം, ഉം. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒന്നും എന്താ പറയാ ചകഞ്ഞുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. മീൻസ് അത് ഇസ്ലാമുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത ഹിസ്റ്ററി ഇല്ലാത്ത കേസാണ്. ആയതുകൊണ്ടായിരിക്കാം മേ ബി. അതെ അതെ. ഓക്കെ. എന്ന് മാത്രമല്ല, ഈ ഹംസയുടെ ബർത്ത് ഒക്കെ റെക്കോർഡിക്കലി 623 അല്ല 624 623, 24, 25 ഇതിലേതെങ്കിലും ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. പറയപ്പെടുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ ഈ ഞാൻ പറഞ്ഞ കേസുള്ള ഈ സോറി, ബലി കൊടുക്കാൻ പിന്നെ പോകുമ്പോഴേ എങ്ങനെ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, മറ്റേ ബലി കൊടുക്കാൻ വേണ്ടിട്ട് പോകുമ്പോഴുള്ള ഒരു കാര്യം. ആ അന്നേരം ഈ അബ്ദുല്ലാനെ ആണെങ്കിൽ അബ്ദുല്ലയ്ക്ക് പകരം 100 ഒട്ടകങ്ങളെ കൊടുത്തിട്ട് ആ അബ്ദുല്ലാനെ ബലി കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണല്ലോ വരുന്നത്. ആ
അപ്പൊ ഞാനിപ്പോ പറയാൻ കേസ് എന്താണെന്ന് വെച്ചാൽ ഈ ബലി കൊടുക്കുന്ന ആ സിറ്റുവേഷനിൽ അല്ല, പുള്ളിക്ക് ഇത് 10 മക്കളുണ്ടെങ്കിലല്ലേ ബലി കൊടുക്കാൻ പോളൂ. അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും ഇളയ പുത്രനായിട്ടുള്ള അബ്ദുള്ളേനെയാണ് ബലിയെടുക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ എന്താ അബ്ദുള്ളക്ക് എന്താ പ്രത്യേകത? അതല്ല അല്ല ഇളയ മകനായിട്ടുള്ള അബ്ദുൽ എന്ന് പറയുമ്പം ഹംസ അതല്ല, പക്ഷെ ഒന്നില്ല. ഹംസ എന്നില്ലാന്ന്. ആ പക്ഷെ 10 മക്കൾ ഉണ്ടെങ്കിലല്ലേ പുള്ളി അപ്പൊ ബലി ഇറക്കാൻ അങ്ങനെയാണെങ്കിൽ ബലി കൊടുക്കാൻ അബ്ദുള്ളേനെക്കാളും മൂത്ത പോകണ്ടുള്ളൂ. ആളാവണ്ടേ ഹംസ? അതെ, അത് ശരിയാണ്. ആ സമയത്ത് അബ്ദുൽ ഇളയ മകനാണെന്നല്ലേ? ആ അല്ലെങ്കിൽ ബലി കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ടൈമില് അബ്ദുൽ ഇളയ അല്ലെങ്കിൽ മകനാണ്. ഹംസ അബ്ദുള്ളേനേക്കാൾ മൂത്തതാവണം. ഓക്കെ. അല്ല, ഞാൻ ഇവരോടൊന്നും ഇത് തർക്കി അല്ല ഇതിപ്പോ ഞാനൊരു കണ്ടന്റ് ചെയ്യാനാണെങ്കിൽ എന്റെ അടുത്ത് ഇഷ്ടംപോലെ പ്രൂഫ് ഉണ്ട്. അതായത് പല ഹദീസുകളിലും മുഹമ്മദ് നബിയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന്റെ സമയത്തും പല ഹദീസുകളിൽ പലയിടത്തായിട്ട് ഹംസയും മുഹമ്മദ് നബിയും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഹദീസുകളിൽ പലയിടത്ത് ഉണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ മുഹമ്മദ് നബിക്ക് മുല കൂട്ടുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഫസ്റ്റിലെ മുല കൂട്ടുന്ന ഒരു ഇതുണ്ട്. അത് ആ ഹദീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് 2 കൊല്ലം മുമ്പ് ഹംസയ്ക്ക് ഈ സ്ത്രീ അതിനെ മുല കൂട്ടിയിരുന്നു എന്ന് പറഞ്ഞാണ് ഹദീസ്. അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ടാണ് ഹംസ വിളിക്കുന്നത്. 568 ജനിച്ചത് എന്നാണ് പ്രബലമായിട്ടുള്ള കണക്ക്. മുഹമ്മദിന്റെ ജനനം 571 സോറി 571 ആനക്കലഹ വർഷത്തിലാണ്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് ഇവർക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഒരു കിതാബ് മാത്രം തിരുത്തിയാ പോരാ, പലയിടത്ത് പോയി തിരുത്തണം. വേറെയും കുറെ ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ കിതാബിലൊക്കെ പറയാൻ തുടങ്ങിയാൽ വേറെ കഥകളുണ്ട്. അതായത് മുഹമ്മദ് നബിക്ക് ആയിഷയും ഹഫ്സയും കൂടെ വിഷം കൊടുത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് ഗ്രന്ഥത്തിന് വായിച്ചെടുക്കാൻ പറ്റും. ജബ്ബാർ മാഷ് പറഞ്ഞ മാതിരി വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് കിട്ടും. മറ്റേ മരിയത്തുൽ കിബ്തിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതൊന്നല്ല, അതൊക്കെ കഴിഞ്ഞിട്ട്. അതായത് ഈ ഖൈബറിലെ വിഷം തീണ്ടിയതുമായി ബന്ധപ്പെടുത്തിയിട്ട് മുഹമ്മദ് നബിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ആയിഷ കുറെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 4 വർഷം വരെയൊക്കെ പിന്നെ ഡിലേ ചെയ്യാവുന്ന, നിലനിർത്താവുന്ന അത്രയും എന്താ പറയാ, സയന്റിഫിക് ആയിട്ടുള്ള പോയിസണിങ്ങിനൊന്നും ഉള്ള പ്രാബല്യമുള്ള കാലമല്ല അത്. മനസ്സിലായോ? അപ്പൊ ഇറച്ചിയിൽ വിഷം കൊടുത്ത് വിഷം തീണ്ടി എന്നൊക്കെ അറിഞ്ഞാൽ അതൊക്കെ ഒരു 6 മാസം 1 വർഷം വരെയൊക്കെ ആ കാലഘട്ടത്തിലുള്ള ടെക്നോളജി ആയിട്ട് പറ്റുള്ളൂ. ഇപ്പൊ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കെമിക്കൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാം, സ്ലോ പോയിസണിങ് ഒക്കെ ചെയ്യാം. പക്ഷെ അന്ന് അതിനൊന്നും കഴിയില്ല. ആ സമയത്ത് 4-ാമത്തെ വർഷത്തിലാണ് ഇവർ മരിക്കുന്നത്. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി അവര് ഫോഴ്സ്ഫുള്ളി മരുന്നുകൾ കൊടുക്കുന്നതിനെ എതിർത്തിരുന്നു എന്ന് സഹീഹായ ഹദീസ് ബുഖാരിയിലുണ്ട്. മനസ്സിലായോ? ഇവര് ബലം പ്രയോഗിച്ചിട്ട് പിന്നെ ഒരു ദിവസം അബൂബക്കർ വന്ന സമയത്ത് മുഹമ്മദ് നബി ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോൾ അയാളുടെ കവളിനകത്ത് മരുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുഹമ്മദ് നബി, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി എനിക്കിങ്ങനെ ഒന്നും തരരുതെന്ന്. അത് മുഹമ്മദ് നബിക്ക് ഭയമുണ്ടായിരുന്നു ഭക്ഷണത്തില് ഇവരൊക്കെ ആയിഷയൊക്കെ വിഷം കൊടുക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു എന്നുള്ളത്. മനസ്സിലായി? അപ്പൊ മുഹമ്മദിന്റെ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ആയിഷയും ഹഫ്സയും കൂടി മുഹമ്മദ് നബിനെ കൊന്നു എന്നാണ് കഥ. ആയിഷ വിഷം കൊടുത്തു ഉണ്ട്. ആയിഷ വിഷം കൊടുത്തു, എന്നിട്ട് ആയിഷ ഹഫ്സയുടെ അടുത്തേക്ക് പോയി, അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ അലിയും ഫാത്തിമയും പിന്നെ അബൂബക്കറും ഒക്കെ ആയിട്ടുള്ള പ്രശ്നത്തിന്റെ തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഇതൊക്കെ ചരിത്രമാണ്. ഈ അലിക്കെതിരെ എങ്ങാണ്ടോ ആയിഷയും സേനനെ കൊണ്ടുപോകുന്ന ഒരു സംഭവം കണ്ടില്ലേ? അലിക്കെതിരെ ആയിഷ വരുന്നുണ്ട്, ഉമർ പിന്നെ ഫാത്തിമയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, വീട് കത്തിക്കും എന്ന് പറയുന്നുണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അബൂബക്കറിനെ. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ വേറെ കേസ് ഞാൻ അന്ന് വിളിച്ചതും വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. പിന്നെ ഞാൻ അത് 2 പ്രാവശ്യം വിളിച്ചിട്ട് നിങ്ങളെ കിട്ടാത്തോണ്ട് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയിലാണ് വിളിച്ചത്. അതുകൊണ്ട് അന്ന് ചോദിക്കാനും പറ്റിയില്ല. അതായത് മറ്റേ ഒരു സുഹൃത്തുണ്ടല്ലോ, മറ്റേ സാത്താനിക് വേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ആ സാത്താനിക് വേഴ്സ് എന്ന് പറയപ്പെടുന്ന ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം 8 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ആ ആയത്ത് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ആയത്ത് വരുന്നത്. അപ്പം നോക്കേണ്ടി വരും. അതൊന്നും ഏകദേശം. അതായത് മക്കയിൽ വെച്ചിട്ടാണ് ആദ്യം ഈ മറ്റേ സാത്താനിക് വേഴ്സ് എന്ന് പറയപ്പെടുന്ന ആയത്ത് ഇറങ്ങുന്നത്.
അല്ലെ അത് കഴിഞ്ഞിട്ട് ഉം, പിന്നെ മദീനയിലേക്ക് പോയി കഴിഞ്ഞിട്ട് എന്തായാലും ഒരു 5-6 വർഷം കൂടിയോ ഉം, അത്രയും കഴിഞ്ഞിട്ടാണ് മദീനയിൽ വെച്ച് മറ്റേ സൂറത്തില് ആയത്ത് അവതരിച്ച് ഉം, അങ്ങനെയല്ല എന്നുള്ളത് പറയുന്നത്. ഉം. അപ്പോ ഈ ഡ്യൂറേഷനിൽ അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ആണെങ്കിൽ ഈ ലാത്ത ഉസ്സ മനാത്ത അതിനെ ഏതിനെങ്കിലും ആരാധിക്കുന്നതായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടാവണ്ടേ? ലാത്ത ഉസ്സ മനാത്തേന് മുഹമ്മദ് അവരെ സ്പെസിഫിക് ആയിട്ട് അവരെ പേരെടുത്ത് പറഞ്ഞ് ആരാധിച്ചിരുന്നോന്ന് അറിയില്ല. പക്ഷെ ആ ഉം. വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോ മുഹമ്മദ് നബി അവിടെ പോകും, നിസ്കരിക്കും, കഅബയെ തവാഫ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഉം ഉം. അത് ഈ ആയത്തിറങ്ങിയതിന് ശേഷം അതോ അതിനു മുമ്പും. അതിനു മുമ്പും? ഓ ഉം, ഓക്കെ. ഓക്കെ. ഞാനിപ്പം പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഈ ആയത്ത് ഇറങ്ങിയതിനെ അന്ന് രാത്രി തന്നെ അത് റദ്ദ് ചെയ്തുകൊണ്ട് ഉം, അറിവ് വഹി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ക്ലൈമുകളുണ്ടല്ലോ. ഉം, അപ്പം ആ ക്ലെയിം തെറ്റാവണമെങ്കിൽ ഈ ഉം, പറഞ്ഞ അടുത്ത ആയത്ത് ഇറങ്ങുന്ന വർഷം വരെ, ഇതിപ്പോ ഈ 5-6 വർഷം വരെ ഉം. മുഹമ്മദ് ആണെങ്കിൽ ഈ പറഞ്ഞ ലാത്ത ഉസ്സ മനാത്ത എന്ന് പറഞ്ഞ സാധനങ്ങളെയൊക്കെ ഉം. ആരാധിച്ചിട്ടുള്ളതായിട്ട് എന്തെങ്കിലും അല്ല, തെളിവുകളോ അങ്ങനെ കാര്യങ്ങളോ വേണ്ടേ? സ്പെസിഫിക് ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് കിട്ടൂലല്ലോ. ഇല്ല. മുഹമ്മദ് ആ നബി ആ. അവിടെ അത്തരം പാഗൻ ആരാധനകളിൽ പങ്കെടുത്തതായിട്ട് പറയില്ല. പക്ഷെ ആ കഅബയിലേക്ക് പോകും, അവിടെ അതിനെ തവാഫ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സ്ഥിരം പതിവായിരുന്നു പുള്ളിയുടെ. ഉം 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 ഉം. ഉം. കഅബയിലെ ഓൾറെഡി ആ ടൈമിലെല്ലാം ഈ ഈ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടല്ലോ. വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഓക്കെ, അത് അത് ശരിയാണ്. മാത്രല്ല, മക്കം ഫത്തിന് ശേഷം പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവസാനം പുള്ളി ഇതെല്ലാം വിഗ്രഹങ്ങൾ പുള്ളിയുടെ ഫസ്റ്റ് ഹജ്ജിലാണ് ഈ വിഗ്രഹങ്ങൾ തച്ചുടച്ച് കളയുന്നതും അവിടുന്ന് ആ. എടുത്ത് കളയുന്നതും. അതിന് മുമ്പത്തെ ഒരു വർഷം ഇവര് ഹുദൈബിയ സന്ധിക്ക് ശേഷം തൊട്ടടുത്ത് വരുന്ന ഉംറയിലേക്ക് അവർ വരുന്നതൊക്കെ ഉം. പിന്നെ അന്നൊക്കെ ആ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്, അവർ തവാഫ് ചെയ്യുമ്പോൾ ഹുദൈബിയ സന്ധിക്ക് ശേഷം നടക്കുന്ന വരുമ്പോഴാ ആദ്യത്തെ. മറ്റേ അതെ. ബിലാല് ബാങ്ക് കൊടുക്കാനൊക്കെ വരുന്ന ആ ഒരു അത് മക്കം ഫത്തുവിനാണ്. മക്കം അതിനു ഫത്തേനാണ്. മുൻപ് ഓക്കെ. ഇവര് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ വന്ന് പിന്നെ ഉംറ ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട് മുഹമ്മദ്. ഓക്കെ. പിന്നത്തെ വർഷം ഹജ്ജിന് വേണ്ടിയിട്ട് ബാക്കി അബൂബക്കറും ടീമും വരുന്നുണ്ട്. ആ ആ സമയത്തും ആ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. ഉണ്ട്. അതിന് ശേഷമാണ് അതിനുശേഷം പൊളിക്കുന്നത്. പിന്നെ മുഹമ്മദിന് അങ്ങോട്ട് ഹജ്ജിന് വരാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് അവിടെയുള്ള ബഹുദൈവാരാധകർ അവിടുന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ചെയ്യുന്നത്. മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ മുഹമ്മദ് വന്നതിന് ശേഷമാണ് ആക്ച്വലി വിഗ്രഹങ്ങളൊക്കെ തകർത്ത് കളയുന്നത്. തകർക്കുന്നത്. ഓക്കെ ഓക്കെ. ഈ നിങ്ങൾക്ക് ഈ നമ്മുടെ മറ്റേ ഈ പുള്ളിയില്ലേ മുസ്തഫ മൗലവില്ലേ, ഈ പുള്ളിയുടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണല്ലോ. പുള്ളിയുടെ ആശയങ്ങളോട് എന്താണ് ഒരു പ്രതികരണം? അതായത് പുള്ളി പറയുന്നതെല്ലാം ഈ മുആവിയയുടെ കാലത്ത് ഈ സംഭവങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റി തിരുത്തലുകൾ ഉണ്ടാക്കി മുആവിയയ്ക്ക് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം അതിനു മുമ്പ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് പക്ക എന്താ പറയാ, അതിന് നമുക്ക് തെളിവ് വേണം. മുആവിയ എഴുതിയതായിരുന്നില്ല മുഹമ്മദ് എന്ന് പറയുമ്പോ അത് വെറുതെ പറഞ്ഞാ പോരല്ലോ. ആ അപ്പൊ സമയം മുഹമ്മദ് അങ്ങോട്ട് എന്തായിരുന്നു എടുത്തു വെക്കാൻ എന്നുള്ളതിന് പറ്റുന്ന തെളിവ് വേണ്ടേ? പുള്ളിയാണെങ്കിൽ ഇപ്പം ഒരു എന്താ പറയാ മുഹമ്മദിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എല്ലാ ഹദീസുകളും അങ്ങോട്ട് തള്ളിക്കളഞ്ഞിട്ട് അതെല്ലാം മുആവിയ എഴുതിയതാണ് എന്നുള്ള ലെവലിൽ പറയുന്ന ആ ഒരു സ്റ്റൈലിലാണ് പുള്ളി പോകുന്നതെന്ന് തോന്നുന്നു. പുള്ളിയുടെ വാദം യുക്തിഭദ്രാണ് കുറച്ച്. കാരണം മുആവിയയുടെ വാപ്പ എന്ന് പറയുന്നത് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാനാണ്. അതെ. അബൂ അത് സുഫിയാൻ ഞാനും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഈ മുആവിയ ആണെങ്കിൽ ഖുർആൻ പകർത്തി എഴുതാൻ വേണ്ടിയിട്ട് നബിയുടെ കൂടെ കൂടി ആളാണെന്നാണല്ലോ സുന്നികളുടെ വാദം. അതായത് അതെങ്ങനെ അവസാന ശരിയാകും? കാലഘട്ടം ആയപ്പോഴത്തേക്ക് അബൂബക്കറും ഉമറും അബൂ സുഫിയാനുമായിട്ടുള്ളൊരു കോക്കസ് രൂപപ്പെട്ടു വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ. അതിനകത്തുനിന്ന് ഈ ഹഫ്സ എന്ന് പറയുന്നത് പിന്നെ ഉമറിന്റെ മകളാണ്. അതെ. ആയിഷ എന്ന് പറയുന്നത് അബൂബക്കറിന്റെ മകളാണ്. മകളാണ്. മനസ്സിലായോ? അങ്ങനെ അബൂ സുഫിയാനുമായിട്ട് ഇവരൊരു ടൈപ്പ് ആയി എന്നുള്ള മുഹമ്മദ് നബീനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത് ആയിഷയാണ്, ആയിഷ ഹഫ്സയും കൂടെയാണ് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നതിന് ലോജിക് ഉണ്ട്. ഒന്ന്. രണ്ടാമത് അതിനുശേഷവും മുഹമ്മദ് നബിന്റെ കുടുംബത്തിലെ ആൾക്കാരെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ട്. അലി മരിക്കുന്നത് വിഷം കൊടുത്തിട്ട് കണ്ടല്ലേ? അല്ല, അലിയും വിഷം കഴിച്ച കടാരയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അങ്ങനെ എന്തോ കഥയുണ്ട്. പിന്നെ അലിയുടെ മകൻ ഹസനെ കൊല്ലുന്നത് വിഷം കൊടുത്തിട്ടാണ്. അതും ഭാര്യയാണ് ചെയ്യുന്നത്, ഭാര്യയെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത്. ഇത് മുആവിയായിട്ട് സന്ധിയൊക്കെ ചെയ്ത് മുആവിയക്ക് ശേഷം ഖലീഫ ആകാന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നീട് ഇങ്ങനെ വിഷം കൊടുക്കുന്നത് ഭാര്യയാണ് വിഷം കൊടുക്കുന്നത്. ശരി. ഓക്കെ ഓക്കെ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പാറ്റേൺ ഓഫ് അസാസിനേഷൻ അവിടെ അതിന് മുമ്പേ ഉണ്ടെന്ന്. ഓക്കെ, ശരിയാണ്. പിന്നെ അത് മാത്രല്ല, നിങ്ങളാണോ ചോദിച്ചത് എനിക്കറിയില്ല, ഈ ഹൈബറില് വിഷം കൊടുത്തു എന്നത് എങ്ങനെ നമുക്ക് ലോജിക്കലി വിശ്വസിക്കാൻ പറ്റും എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചല്ല. ഓക്കെ. മനസ്സിലായോ? അപ്പൊ വിഷം എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഹൈബറിൽ നിന്ന് തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ആർക്കും ആവാം.
അതായത് ഈ നമുക്ക് മുസ്തഫ മൗലവിയും അങ്ങനെ ഒരു പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ജൂത സ്ത്രീ കൊടുക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുക എന്നുള്ള ഒരു സെറ്റപ്പിൽ ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ വാദം. അതിനകത്ത് വിഷം ഉണ്ടാവും, അല്ല അല്ല അത്രയും നമ്മളിപ്പോ എന്താ വെച്ചാൽ ആർത്തിപ്രകാരമാണ് മുഹമ്മദ് ഒരേ പിന്നെ നേതാവിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ, രണ്ട് ഹിസ്റ്ററി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ലോജിക് അപ്ലൈ ചെയ്തിട്ട് അത് പരിശോധിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഇപ്പൊ ഷിയാക്കൾ പറയുന്നത് കൊണ്ട് ഷിയാക്കൾ ജൂതന്മാരെ ചാരന്മാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ. അവർ അഹ്ലുബൈത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അഹ്ലുബൈത്തിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. നമ്മളെ നാട്ടിലൊക്കെ കണ്ണീരണിഞ്ഞ കർബലയൊക്കെ ഒരു കാലഘട്ടം വരെ ഇവിടെ ഭയങ്കര വിഷയമായിരുന്നു. ഹസനും ഹുസൈനും അലിയും ഒക്കെ ഭയങ്കര വീലപ്പുലി അലി കഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ആ കഥയൊക്കെ അങ്ങ് മാറി. എന്തായാലും മുആവിയ ഭയങ്കര ഫ്രോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാനും ഈ എന്താ പറയാ ഹിസ്റ്ററീസ് ഇതിനെ പറ്റിയുള്ള ചരിത്രങ്ങൾ നമ്മളിങ്ങനെ ആദ്യം ഈ പഠിച്ചു വരുന്ന സമയത്ത് മുആവിയനെ ഇവര് തള്ളിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മുആവിയനെ ഈ മുജാഹിദുകൾക്ക് തള്ളാൻ കഴിയില്ല. മുആവിയ റളിയല്ലാഹു അൻഹു എന്നാ പറയാ. മുആവിയനെ തള്ളിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മുആവിയയുടെ കൊട്ടാരത്തിലെ എഴുത്തുകാരനായിരുന്നു അബൂ ഹുറൈറ. മനസ്സിലായോ? അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തതും ആയിഷ റിപ്പോർട്ട് ചെയ്തതുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ മനസ്സിലായോ? അപ്പൊ ആയിഷയും അബൂ ഹുറൈറനെയും തള്ളേണ്ടി വരും. അബൂബക്കറിനെയും ഉമറിനെയും ഒക്കെ ലഅനത്തുല്ലാ എന്നല്ലാതെ മറ്റവന്മാര് വിളിക്കൂല, സുന്നി ഷിയാക്കള് വിളിക്കൂല. മാത്രല്ല അബൂബക്കർ പിന്നെ ഉമറിന്റെ ഘാതകനെ രക്ഷപ്പെടുത്തിയത്, ഉമറിനെ കൊല്ലുന്നത് മറ്റേ ഒരു അടിമ അല്ലേ ഉമറിനെ കൊല്ലുന്നേ? മറ്റേ അബൂലുലു എന്ന് പറയുന്ന അബൂലുലുവിന്റെ മക്ബറ എവിടെ അറിയാം? പുള്ളിക്ക് മക്ബറയൊക്കെ ഉണ്ട്. ഷിയാക്കളുടെ ആഘോഷ ദിവസമാണത്, പെരുന്നാള്. അതെനിക്കറിയാം. ഷിയാക്കൾ അബൂലുലാനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള. ഈ അബൂലുലുവിലെ പിന്നെ അബൂലുല ശരി, അത് വേറെ കാര്യം. അബൂലുലുവിന്റെ അവരുടെ ശവകുടീരം, അബൂലുലുവിനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് അലിയാണ്. അലിയാണ്, അതെ അതെ, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അബൂലുലിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതും നാട് കടത്തി വിടുന്നൊക്കെ അലിയാണെന്നാണ്. അതായത് ഖലീഫയെ കൊന്ന ഒരാളെ അലി രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെങ്കിൽ അലി അത്ര നീതിയില്ലാത്ത ആളൊന്നുമല്ല. അലി, ഞാന് ഇസ്ലാമിക ഹിസ്റ്ററി നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരാളുടെ കാര്യം ആലോചിച്ചിട്ട് നമുക്ക് കണ്ണു നിറയുണ്ടെങ്കിൽ അത് അലിയുടെ മാത്രമാണ്. കാരണം അത്രയും ആത്മാർത്ഥമായിട്ടാണ് നബിക്കൊപ്പം നിന്നത്. നബി ചെയ്തതിലെ തെറ്റും ശരിയും വേറെ. ഒരാളോട് ഉള്ള കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് ആത്മാർത്ഥത കാണിച്ച ഒരാളാണ് അലി. അലി ഇസ്ലാമിന് വേണ്ടിയും ഇസ്ലാം സത്യമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ച ആളാണ്. അതേ സമയത്ത് മുആവിയ അലിയുടെ മുമ്പിൽ തോൽക്കുന്നായപ്പോ കുന്തത്തിന്റെ മുകളില് ഖുർആൻ കുത്തി നാട്ടിയിട്ടാണ് വിലപേശിയത്. മനസ്സിലായോ? അപ്പൊ യുദ്ധം നിർത്താൻ അലി നിർബന്ധിതനാണ്. അപ്പൊ ഖുർആനിനോടുള്ള അലിയുടെ ബഹുമാനം മുആവിയക്ക് അറിയായിരുന്നു. അതിനു വേണ്ടി മനസ്സിലായോ? അപ്പൊ മുആവിയ ആരായിരുന്നു എന്നൊക്കെ അതിൽ നിന്നൊക്കെ തന്നെ കിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും. ഈ അതുപോലെ ഇവര് അമ്രുബ്നുആസും അലീനെ ചതിക്കുന്ന ഒരു സംഭവം ഇല്ല? അതുപോലെ ഉണ്ട്, കുറെ പേരുണ്ട്. ഈജിപ്തിലെ ഗവർണർ സ്ഥാനം കൊടുക്കാന്ന് മുആവിയ പറയുമ്പോഴത്തേക്കും അലീനെ ചതിച്ചിട്ട് മുആവിയയുടെ കൂടെ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അമ്രുബ്നുആസും ഇവർക്ക് റളിയല്ലാഹു അൻഹു അല്ലേ എല്ലാരും. അതില് മുസ്തഫ മൗലവി പറയുന്ന ഒരു വേർഷൻ ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം മുഹമ്മദ് നബിയോട് ആത്മാർത്ഥമായിട്ട് കൂടിയെന്ന് അലീനെ പോലെ കൂടെ നിന്ന ഒരുപാട് ആളുകൾ. ഇപ്പൊ ഈ വഹാബികളൊക്കെ ഒരു പരിധി വിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇബ്നു അബ്ബാസിനൊക്കെ തള്ളും. കാരണം മുഹമ്മദിന്റെ ഡെഡ് ബോഡിയുടെ അടുത്ത് അവസാന നിമിഷം മറ്റുള്ള ഭരണത്തിന്റെ കരുക്കൾ നീക്കുമ്പോ ഡെഡ് ബോഡിയുടെ അടുത്ത് ജനാസയുടെ അടുത്ത് ബാക്കിയായത് അലിയും ഫാത്തിമയും ഇബ്നു അബ്ബാസും മാത്രമാണ്. ബാക്കി എല്ലാരും ഭരണത്തിന് വേണ്ടിയിട്ടുള്ള തല്ലുപിടിയിലായിരുന്നു. അതെ. പറഞ്ഞപ്പോ ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം മുഹമ്മദ് നബി ആണെങ്കിൽ 7 വയസ്സിന് ശേഷം അലിയുടെ കൂട്ടത്തിലാണല്ലോ വളരുന്നത്. അതായത് അലിയുടെ വാപ്പയല്ലേ വളർത്തുന്നത്. അപ്പം ഈ മറ്റേ മുസ്തഫ മൗലവി ചോദിച്ച തന്നെ ഒരു കേസ് ഉണ്ട്. അതായത് മുഹമ്മദ് നബി ആണെങ്കിൽ നിരക്ഷരനായിരുന്നു എന്നുള്ള പറയുന്നത്. പക്ഷെ 7 വയസ്സിന് ശേഷം ഈ അലിയുടെയും സഹോദരങ്ങളുടെയും കൂടെ വളർന്ന മുഹമ്മദ് നബിക്ക് എങ്ങനെ നിരക്ഷരനാകും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതായത് അലിയുടെ സഹോദരങ്ങളെ പറ്റിയൊക്കെ പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് ഒരു സഹോദരൻ ഖുറൈശികളുടെ വംശാവലിയൊക്കെ എഴുതുന്ന, ചരിത്രമൊക്കെ എഴുതുന്ന ഒരു അങ്ങനത്തെ ഒരു ആളാണ്. ഒരാളൊരു ഫിലോസഫർ പോലത്തെ അങ്ങനത്തെ ഒരാളാണ്. പിന്നെ അലിയും വിദ്യാഭ്യാസമുള്ള ആളാണ്. അപ്പൊ ഈ അവരുടെ കൂടെ വളരുന്ന മുഹമ്മദിന് മാത്രം ഈ മുഹമ്മദിന്റെ കൊച്ചാപ്പ വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുവോ എന്നുള്ള ചോദ്യമില്ലേ?
അതിനുള്ള സാധ്യത അലി അല്ല മുഹമ്മദ് ഉമ്മിയാണെന്നുള്ള കാര്യം ഒരു വലിയ വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഓ ഓക്കെ ഓക്കെ. അത് മാത്രല്ല തീരെ എഴുത്തും വായന അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു വലിയ കച്ചവട സംഘത്തെ നയിച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കി കച്ചവടം ചെയ്ത് ലാഭകരമായിട്ട് വരാൻ പറ്റുക? അതും പോട്ടെ, മരിക്കുന്ന സമയത്ത് ഉമറിനോട് എഴുതാനുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് മരിക്കുന്നതിന്റെ തലേ ദിവസം അന്നാണ് മരിച്ചത്. നിരക്ഷര കുഷിയായിരുന്നു എന്നൊക്കെ ചുമ്മാ അടിച്ചു വിടാന്നുള്ളതല്ലാണ്ട് ചരിത്രങ്ങൾ പിന്നെ ഈ പറയപ്പെടുന്ന ഇതിനകത്തുള്ള ഭയങ്കര ആയത്തുകൾ ഉണ്ടല്ലോ, അതായത് എന്താ നമ്മുടെ പേര് ഇതാ വക്കത്തിൽ വാക്യ ലൈസലി വക്തിയ, അങ്ങനെ മീൻസ് ഭയങ്കര പ്രാസ് ഒപ്പിച്ചുള്ള കവിതാ ശകലങ്ങൾ വരുന്ന സാധനങ്ങള്, അതൊക്കെ എഴുതിയിരുന്ന മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണ്. ഒരു കവിയാണെന്ന് പറഞ്ഞ അതുവരെ ഖുറാനിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ, അത് അയാള് പിന്നെ തിരിഞ്ഞു പോയി, മക്കയിലോട്ട് പോയി. അതല്ല, മുഹമ്മദിന്റെ കൂടെ കട്ടക്ക് നിന്ന ഒരു എഴുത്തുകാരൻ, തെറിപ്പാട്ടുകാരൻ ഉണ്ടായിരുന്നു. അയാളുടെ കോൺട്രിബ്യൂഷൻ ആണ് ഈ കവിതാ രൂപത്തിലുള്ള ഖുർആനൊക്കെ. അതല്ലേ. അപ്പം സംഭവങ്ങൾ എന്തായാലും ഇടയ്ക്ക് പോലെ വിളിക്കാം ചരിത്രങ്ങളുടെ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട്. തന്ന ലീഡുകൾക്കെല്ലാം നന്ദി. താങ്ക് യു.